ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഈ പ്രഭാതത്തിലെ വായനഭാഗം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ഫിലെമോൻ എഴുതിയ ലേഖനം. ഇന്നത്തെ ചിന്തയ്ക്കായി 2 കൊരിന്ത്യർ 8:16 തീത്തോസിന്റെ ഹൃദയത്തിലും ഈ ജാഗ്രത നൽകിയ ദൈവത്തിന് സ്തോത്രം. ദൈവിക നിയോഗത്തിന്റെ വഴികളിൽ നേരിടേണ്ടി വന്ന പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും സുവിശേഷത്തിനു വേണ്ടി സന്തോഷത്തോടെ തരണം ചെയ്തവരായിരുന്നു ആദിമ സഭയിലെ ശുശ്രൂഷകർ. അവരുടെ ജീവിതത്തിലെ യാതൊന്നും ക്രിസ്തുവിനെ സാക്ഷീകരിക്കുന്നതിന് തടസ്സമായി കാണാതെ സുവിശേഷത്തിന്റെ ആനന്ദം മറ്റുള്ളവർക്ക് അനുഭവവേദ്യമാകുന്നതിനായി അവർ നിലകൊള്ളുകയുണ്ടായി. ഇത്തരത്തിൽ ക്രേത്തയിൽ സുവിശേഷ പ്രഘോഷണം നടത്തുവാൻ വിശുദ്ധ പൗലോസ് നിയമിച്ചാക്കിയ വ്യക്തിയായിരുന്നു തീത്തോസ്. തീത്തോസ് എന്ന പേരിന്റെ അർത്ഥം ബഹുമാനം അർഹിക്കുന്നവൻ എന്നാണ്. അദ്ദേഹത്തിന്റെ മാതാപിതാക്കന്മാരെയോ ജന്മനാടിനെയോ കുറിച്ചുള്ള പരാമർശങ്ങളൊന്നും തന്നെ നമുക്ക് തിരുവചനത്തിൽ നിന്നും ലഭിക്കുന്നില്ല. എന്നാൽ വിശുദ്ധ പൗലോസ് അപ്പോസ്തലന്റെ കൂടെ അദ്ദേഹം എങ്ങനെ എത്തിയെന്നും നമുക്ക് അറിയുവാനായിട്ട് സാധിക്കുന്നില്ല. ഈ പ്രഭാതത്തിൽ തീത്തോസിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. ഒന്നാമതായിട്ട് പ്രശ്നപരിഹാരിയായ തീത്തോസ്. പൗലോസ് അപ്പോസ്തലന്റെ സഹപ്രവർത്തകനായിരുന്നു തീത്തോസ്. വിജാതീയ പശ്ചാത്തലത്തിൽ നിന്നും വന്ന ഏറ്റവും വിശ്വസ്തനായ ഒരു ശുശ്രൂഷകൻ. സഭാ ശുശ്രൂഷയിൽ കഴിവും പ്രാഗൽഭ്യവും ഉള്ളവനും ആയിരുന്നു. കൊരിന്ത്യ സഭയെക്കുറിച്ചും അവിടുത്തെ വിശ്വാസികളെക്കുറിച്ചും പൗലോസിനെ പോലെ തന്നെ ആത്മഭാരമുള്ള ഒരു ശുശ്രൂഷകനായിരുന്നു തീത്തോസ്. മാത്രമല്ല, കൊരിന്ത്യ സഭയിലെ ചില സങ്കീർണമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി പൗലോസ് അപ്പോസ്തലൻ തീത്തോസിനെയാണ് കൊരിന്തിലെ സഭയിലേക്ക് അയക്കുന്നത്. മാത്രമല്ല, കൊരിന്തിൽ ക്രിസ്തുവിന്റെ ശുശ്രൂഷ നിറപടിയായി നിവർത്തിക്കുകയും ചെയ്യുവാൻ തീത്തോസിന് സാധിച്ചു. അങ്ങനെ സുവിശേഷ വ്യാപനവും സങ്കീർണമായ പ്രശ്നങ്ങളുടെ ഒരു പരിഹാരിയായും തീത്തോസ് അവിടെ പ്രവർത്തിക്കുന്നു. അങ്ങനെ തീത്തോസ് നല്ല സാക്ഷ്യമുള്ളവനും ക്രിസ്തീയ വിശ്വാസത്തിൽ മുതിർന്നവനും ആയിരുന്നു. രണ്ടാമതായിട്ട് സഭാ നേതാവായ തീത്തോസ് ക്രേത്ത സഭയുടെ അധ്യക്ഷനായിരുന്നു. മധ്യധരണി കടലിൽ സിസിലിക്കും സൈപ്രസിനും മധ്യേ സ്ഥിതി ചെയ്തിരുന്ന 156 മൈൽ നീളവും 30 മൈൽ വീതിയും ഉണ്ടായിരുന്ന ഒരു വലിയ ദ്വീപായിരുന്നു ക്രേത്ത. എന്നാൽ ആമോസ് പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ പരാമർശിക്കുന്ന കഫ്തോർ ഈ ദ്വീപാണെന്ന്, ക്രേത്ത ദ്വീപാണെന്ന് കരുതപ്പെടുന്നു. ക്രേത്തയിൽ സഭാകാര്യങ്ങൾ ക്രമപ്പെടുത്തുവാനും പട്ടണം തോറും മൂപ്പന്മാരെ നിയമിക്കുവാനും പൗലോസ് തീത്തോസിനെയാണ് ചുമതലപ്പെടുത്തിയത്. പൗലോസ് അപ്പോസ്തലനെ ഏറ്റവും കൂടുതൽ വിശ്വസിച്ച് സഹായിച്ചിരുന്ന ഒരു വ്യക്തി കൂടെയായിരുന്നു തീത്തോസിന്റെ ലേഖനത്തിൽ തൻ്റെ നിജപുത്രൻ എന്നാണ് തീത്തോസിനെ കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ അഭിസംബോധന ചെയ്യുന്നത്. വിശ്വസ്തനായ ശുശ്രൂഷകനും ശക്തനായ ഉപദേശകനുമായിരുന്നു തീത്തോസ്. ചരിത്രകാരനായ യുസീബിയസിന്റെ അഭിപ്രായത്തിൽ തീത്തോസ് ക്രേത്തയിലെ സഭയുടെ ആദ്യത്തെ ബിഷപ്പായിരുന്നു എന്ന് കാണുന്നു. മാത്രവുമല്ല, ക്രേത്തയിൽ വച്ചു തന്നെ അദ്ദേഹം മരണമടഞ്ഞതായും പറയപ്പെടുന്നു. അങ്ങനെ ക്രിസ്തുവിൽ നിജപുത്രനായ തീത്തോസ് വിശ്വസ്തനും സഹായിയും സഹോദരനും സഭാ നേതാവുമൊക്കെ ആയി സ്തുത്യർഹമായ സേവനം കാഴ്ചവെച്ചു. പ്രിയമുള്ളവരെ, ദൈവം നമ്മെയും ഏൽപ്പിച്ചിരിക്കുന്ന ചെറുതും വലുതുമായ ഉത്തരവാദിത്വങ്ങൾ തീത്തോസിനെ പോലെ വിശ്വസ്തയോടെ നിർവഹിക്കുവാൻ സാധിക്കണം. അങ്ങനെ അർത്ഥവത്തായ ജീവിതം നയിക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, തീത്തോസിനെ പോലെ ഞങ്ങളുടെ ഉത്തരവാദിത്വങ്ങൾ വിശ്വസ്തയോടെ നിർവഹിക്കുവാൻ ഞങ്ങളെയും സഹായിക്കണമേ. ആമേൻ.